ഓക്കെ ഗായ്സ്, നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ വേറെ കുറച്ച് പേഴ്സണലായിട്ടുള്ള തിരക്കും കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ മോസ്കോയിലൊരു ടെമ്പിളിൽ പോവുകയാണ്. ഇവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരത് വന്നുകൊണ്ടിരിക്കുകയാണ്, പഞ്ചാബീസാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരുമിച്ചാണ് പോണേ കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറയണ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ റഷ്യ ചൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുപാട് പേര് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ ഇനി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആനീനോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് മോസ്കോയിൽ. അത് ഏകദേശം മോസ്കോ ഔട്ടറാണ്. മോസ്കോ ഹാഷ് ലൈനിൻ്റെ അറ്റത്താണ് മെട്രോയിൽ. ഔട്ടറിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് എന്തായാലും വിശേഷങ്ങൾ കാണാം. ഞാനിതുവരെയും ഇവിടുത്തെ ടെമ്പിളൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ആളുണ്ട്, ആളെ ഫ്രണ്ടാണ് സന്ദീപ്. അതുപോലെ തന്നെ ടോട്ടല് ഞങ്ങൾ 4 പേരുണ്ട് കേട്ടോ. ഇത് മെട്രോ കാർഡാണ്. ഈ കാർഡ് 1 മാസത്തേക്ക് റീചാർജ് ചെയ്യാൻ ഏകദേശം ഒരു 3000 രൂപ അടുത്ത് വരും. ഈ കാർഡ് റീചാർജ് ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് മെട്രോയിലും പോകാം, അതുപോലെ തന്നെ നമുക്ക് ബസ്സിലും ട്രാവൽ ചെയ്യാം, ട്രാമ്പിലും ട്രാവൽ ചെയ്യാം ഈ കാർഡ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടുത്തെ ബസ്സിൽ എങ്ങനെ കയറണമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ടെമ്പിളിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ആനീനോ മെട്രോ അങ്ങനെ ഞങ്ങൾ EW9 ബസ്സാണ്. ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബസ്സിൽ കയറാൻ നേരത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാർഡ് ഓൾറെഡി 1 മന്ത് വാലിഡിറ്റി ഉള്ളതാണ്. ഞാൻ നേരെ കയറി ശേഷം എന്താ ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തു. അപ്പോൾ അതിൽ ടിക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാർഡ് വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ്, അതായത് നമ്മൾ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്ത് കയറണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് മെട്രോയിലോട്ടാണ് പോകുന്നത്. മെട്രോയിൽ പോയിട്ട് അവിടുന്ന് നേരെ ടെമ്പിളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ മെട്രോ കയറാൻ പോവാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് 2 മെട്രോ മാറി കയറണം. ഇത് വിഷ്ണു, പഞ്ചാബാണ്, രാജസ്ഥാൻ. അങ്ങനെ ഇവര് 4 പേരാണ് എന്നെ ടെമ്പിളിൽ കൊണ്ടുപോകുന്നത്. ഇവര് വെജിറ്റേറിയൻ ആട്ടോ, നോൺ വെജ് ഒന്നും കഴിക്കില്ല. ഇന്ന് ശനിയാഴ്ച കൊണ്ട് അമ്പലത്തിൽ ചെറിയ പരിപാടിയുണ്ട്, അപ്പം അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തിയിട്ടാ. അവിടെ എത്തി. കണ്ടോ, ഒരു ഫ്ലാറ്റാണത്. ഇതാണ് എൻട്രി കേട്ടോ. പശു എവരെങ്ങോട്ട് പോയെന്നറിയില്ലല്ലോ. റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നത്. ആണ് ഇവിടെ റഷ്യൻസ് എല്ലാവരും നോക്കൂ. റഷ്യൻസ് എല്ലാവരും ഇവിടെ ഡ്രസ്സിങ് നോക്കൂ. ഹായ്, പ്രീവിയർ. ഇവിടെ ഫുള്ള് റഷ്യൻസാണ്. ഇവിടെ നമ്മുടെ ഷൂസ് ഇടണം, ഷൂസും കാര്യങ്ങളൊക്കെ ഇടണം. ഓക്കെ, ഇത് നമ്മളിവിടെ ഹാൻഡ് വാഷാണ് കേട്ടോ. ഇവിടെ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠ വെച്ചേക്കുന്നത്. ചെറിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഇതല്ല, ഡിഫറൻ്റ് ആണ്. ഒരുപാട് ഹിന്ദിക്കാർ വരുന്നുണ്ട് അവിടെ.
शिवशक्ति गौर भक्त की श्री राधा कृष्ण को गो വെജിറ്റബിൾ ബിരിയാണി, ജ്യൂസ്, വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്, ജ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. കേസരി, ജ്യൂസ്, പൂരി മസാല, ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, അതുപോലെ തന്നെ കുറുമ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. നമ്മൾ കുറച്ച് നേരം ജോയിൻ ചെയ്തു, പരിപാടിയെല്ലാം അവസാനിച്ചിട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതാണ് പ്ലേസ് കേട്ടോ, ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇത് തന്നെ ആരാധനാലയം വന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഇതിൽ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതിൽ പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുകൂടെ തന്നെ കൂടെ ഫുഡും ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാമെന്നല്ല, നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. എനിക്കുണ്ടായ അനുഭവം അടിപൊളിയായിരുന്നു. മൈൻഡൊക്കെ ഒന്ന് റിലീഫാവും. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഈ സ്ഥലം. ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ തിരിച്ച് റൂമിലെത്തി. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ പയ്യെ വൈൻഡപ്പ് ചെയ്തു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും പോകണം. ഞാൻ എന്തായാലും അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. ശനിയാഴ്ചയാണ് പരിപാടി നടക്കുന്നത്. അവിടെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച പരിപാടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പോകണം. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എന്തായാലും വരുന്നുണ്ട്. കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.